ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് എന്ന് നോക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് എനർജി നോക്കാം. ഇന്ന് പൂർണ്ണിമയാണ്. പൂർണ്ണിമ ആയതുകൊണ്ട് തന്നെ വാട്ടർ എനർജി സ്ട്രോങ് ആയിരിക്കും. വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇന്ന് പൂർണ്ണിമയും തിരുവാതിരയാണ്. അപ്പോൾ എല്ലാവരും ശിവൻ്റെ അമ്പലത്തിൽ പോയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വാട്ടർ റിലേറ്റഡ് ആയിട്ട് എന്ത് പ്രോബ്ലമാണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുക. ഭയങ്കര ചൊറിച്ചിലായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദേഹമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ എൻ്റെ ബോഡി എന്താ ഇങ്ങനെ ചൊറിയുന്നത്. കൊതുക് കടിച്ചില്ല എങ്കിൽ പോലും ചുമ്മാ ചൊറിച്ചിൽ വരും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തെങ്കിലും ഹോർമോണിൻ്റെ വേരിയേഷൻ ആയിരിക്കാം, പ്രോബ്ലം ആയിരിക്കാമെന്ന്. ഇല്ല എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ഡീപ്പായിട്ട് കരയുന്നത് കാണാൻ സാധിക്കുന്നു. അതായത് ഡീപ്പ് ലെവലിൽ പോയി കരയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ഇന്നത്തെ ദിവസം. ഇവിടെ നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഓർമ്മ വന്ന് നിങ്ങൾക്ക് കരയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് 4, 5, 6, 7, 8, 9, 10 വർഷം മുമ്പേ നടന്ന കാര്യങ്ങൾ ആലോചിച്ച് ആ സമയം ചിലപ്പോൾ മധുരമായിട്ടുള്ള ഓർമ്മകളായിരിക്കാം, വളരെ സന്തോഷമായിട്ടുള്ള ഓർമ്മകളായിരിക്കാം. അത് ആലോചിച്ച് ഇപ്പോൾ നിങ്ങൾ കരയുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. ഇവിടെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഓർമ്മ വരുന്നുണ്ട് എങ്കിൽ നിങ്ങളത് ഓർമ്മ വരുത്തി കരഞ്ഞ് അതിനെ പുറത്ത് കളയുക, അതിനെ വച്ചുകൊണ്ടിരിക്കരുത്. എത്രത്തോളം നെഗറ്റിവിറ്റീസ് നിങ്ങളുടെ അകത്തുണ്ടോ അതിനെല്ലാം കരഞ്ഞ് പുറത്ത് തള്ളുക. വാട്ടർ അത്രത്തോളം പോകുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വെള്ളം നിങ്ങൾ ഇന്നത്തെ ദിവസം കുടിക്കേണ്ടതാണ്. കാരണം വാട്ടറിൻ്റെ ലെവൽ ബാലൻസ് ആക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ എത്രത്തോളം കരയുന്നു അത്രത്തോളം ശരീരത്തിൽ നിന്ന് വെള്ളം പോവേയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളവും കൂടെ കുടിക്കാൻ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത്, അല്ലാതെ മനസ്സുകൊണ്ടല്ല ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം. ഇവിടെ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് എന്തൊക്കെയോ വിഷസ് ഉണ്ട്. ആ ഒരു വിഷസിനെ കുറിച്ച് ഇവർ ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ല. തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്തൊക്കെയോ വിഷസ് ഉണ്ട്. ആ വിഷസിനെ കുറിച്ച് ഇവർ ആരോടും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി അപ്സെറ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഇന്നത്തെ ദിവസം അപ്സെറ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവർ എന്ത് സിറ്റുവേഷനിലാണോ ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുവാൻ വേണ്ടി എന്തോ സ്ട്രോങ് സ്റ്റെപ്പ് ഇവർ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് ഇമോഷണലി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ചിന്ത വരുന്നതാണ്. അതായത് ഇവർ എപ്പോഴാണോ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾഡ് സോങ് പാടി തന്നത്, അല്ല എങ്കിൽ ഓൾഡ് സോങ് സെൻഡ് ചെയ്തത്, അല്ല എങ്കിൽ എന്തെങ്കിലും ഇവർ നിങ്ങളുമായിട്ട് സംസാരിച്ച ആ ഒരു സംസാരത്തിലുണ്ടായ ആ ഒരു വാക്കുകൾ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ സമയം ഓർമ്മ വരും. ഇവിടെ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഇവരുടെ എനർജി പിക്ക് ചെയ്യാൻ സാധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം. അതായത് കാരണം അത്രമാത്രം അവർ ഇന്നത്തെ ദിവസം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ്. ഇത് രണ്ടും അല്ല എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇവരുടെ പേര്, ഇവരുടെ ആ ഒരു ജനിച്ച മാസം, ദിവസം, അതൊക്കെ അടിക്കടി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ചില സമയം നിങ്ങൾക്ക് കണ്ണിൽ ഭയങ്കരമായിട്ട് ഒരു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് തോന്നുമ്പോൾ കണ്ട് ഭയങ്കര ചൊറിച്ചിൽ അങ്ങനെയൊക്കെ അറിയത്തില്ലേ. അപ്പോൾ ആ ഒരു സംഭവം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇല്ല എങ്കിൽ തുമ്മൽ വരിക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താ ഇനി ആരാ ഇങ്ങനെ കിടന്ന് ആലോചിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ ഇന്നത്തെ ദിവസം ഇവർ ഇത്രമാത്രം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നോക്കൊണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഇവർ കോണ്ടാക്റ്റിലാവാൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ഇവർ ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കാണ് എങ്കിൽ ഇവർ നിങ്ങളെക്കുറിച്ച് പ്ലാനിങ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും എൻ്റെ പേഴ്സണെ എനിക്ക് വിളിക്കണം, കോൾ ചെയ്യണം, അവരെ പോയി കാണണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ പേഴ്സണും നിങ്ങളും എക്സ്ട്രാ മെരിറ്റൽ അഫെയറാണ്. അതായത് ഒന്നുകിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ്. അങ്ങനെയുള്ള സിറ്റുവേഷനിലായാലും ഇന്നത്തെ ദിവസം ബാലൻസ് ക്രിയേറ്റ് ആയി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ തമ്മിൽ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ രണ്ട് സിറ്റുവേഷനും ബാലൻസ് ആയി കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഫാമിലിയും നിങ്ങളെയും ബാലൻസ് ആക്കി കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ നിങ്ങളോട് ഇവർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഹൈഡാക്കി വയ്ക്ക്, ശരിയായ സമയം വരുമ്പോൾ നമുക്കിത് എല്ലാവരോടും പറയും, ഇപ്പോൾ നിങ്ങൾ ഹൈഡാക്കി വയ്ക്ക് എന്ന് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ഇവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ ഹസ്ബൻഡോ അറിയാൻ പാടില്ല, ഹൈഡാക്കി വയ്ക്കാൻ നിങ്ങളുടെ പേഴ്സൺ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. ഇവിടെ ഇനി നിങ്ങളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ നിന്നോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു രക്ഷ ഇന്നത്തെ ദിവസം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പൂർണ്ണമായിട്ടും. അതായത് തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലം നടക്കുന്നുണ്ട് എങ്കിൽ അതിലൊരു പരിഹാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് കാരണം നിങ്ങളെ വന്ന് കാണാൻ ആഗ്രഹിക്കുകയാണ്. ഫിസിക്കൽ അട്രാക്ഷൻ ഈ ഒരു സമയം നിങ്ങളോട് കൂടുതലായിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒത്തിരി കപ്പിൾസ് ഒരാൾ മറ്റൊരാളോട് കാണുവാനും സംസാരിക്കുവാനും ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വീഡിയോ കോൾ ത്രൂവോ അല്ല എങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഡേറ്റിങ്ങിന് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം കുറേ ഡിവൈൻ യൂണിയൻ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ടെലിപ്പതിക്കലി നിങ്ങൾ കണക്റ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. ഇവിടെ ടെലിപ്പതിക്കലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇന്നത്തെ ദിവസം പറയുന്നത് ഇവരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും വിട്ട് പുറത്ത് പോകുന്നില്ല. എപ്പോഴും നിങ്ങളുടെ ചിന്ത മാത്രമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇമോഷൻസും എല്ലാം നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമായിരിക്കും. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇവർ ഉണ്ട് എന്ന് ഇവർക്ക് തോന്നുകയാണ്. സെക്ഷലി ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ ഇവർക്ക് നിങ്ങളോട് തോന്നുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. ഇനി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ഒരു വഴക്ക് എങ്ങനെ തീർക്കണം, എന്ത് കാര്യം പറഞ്ഞാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത് എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി ഇവർ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത്രയും സ്ട്രോങ് കെമിസ്ട്രി ഉള്ള നിങ്ങളുമായിട്ട് എങ്ങനെ ഇവർ വഴക്കുണ്ടാക്കി എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളോട് പിണങ്ങിയിരിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളോട് മിണ്ടണം, അതിനെന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ഇന്നത്തെ ദിവസം ഇവർ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് ബോണ്ട് ഉള്ളതായിട്ടാണ്. അതായത് നമ്മൾ തമ്മിൽ ഒന്നാവണമെന്നും അതുകൊണ്ടാണ് ഇത്ര വഴക്കുണ്ടായിട്ടും ഇവർക്ക് നിങ്ങളുടെ ചിന്ത മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവർക്ക് തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇത്ര വലിയ വഴക്ക് നടന്നിട്ടും നിങ്ങളുടെ ചിന്ത മാത്രം വരുന്നത് ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടവും നിങ്ങൾ തമ്മിൽ ഒന്നാകണമെന്ന് ഉള്ള ആ ഒരു താല്പര്യം ഇവരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ്. ഈ ഒരു എനർജി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതായിട്ടും ഇല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം കാണുന്നതായിട്ടുമുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സണ് ഒരു ഫീല് വരുന്നതാണ്. അതായത് നിങ്ങൾ ഇവിടെ ജീവിതത്തിൽ ഉള്ളത് വളരെ പ്രിഷ്യസ് ആണ് എന്ന് ഇവർക്ക് ഒരു തോട്ട്സ് വരുന്നതും അത് നിങ്ങളെ ഫീൽ ആക്കുന്ന രീതിയിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു പെരുമാറ്റം ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങളിവിടെ ലൈഫിൽ ഒരു വിലപ്പെട്ട ഒരു പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു ആളാണ്. നിങ്ങൾ വന്നതിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായി. ഇവിടെ ഈ ഒരു എനർജി നിങ്ങൾക്ക് എപ്പോഴാണ് റെസനേറ്റ് ആകുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന 9 നമ്പറാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 9 അവേഴ്സിനുള്ളിൽ അല്ല എങ്കിൽ 18 അവേഴ്സിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.